ഡോക്ടർ, ഈ അക്യുപങ്ചറും അതുപോലെ അക്യുപ്രഷറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് പേഷ്യൻസ് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ ടൈമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ മെയിൻ ആയിട്ട് വീടിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, അക്യുപങ്ചർ ആക്ച്വലി ചൈനീസ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പം നമ്മുടെ പ്രത്യേക മർമ്മങ്ങളിൽ സൂചി ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ അക്യുപങ്ചർ ചികിത്സ എന്ന് പറയാം. അതേ സ്ഥാനത്ത് നമ്മൾ സൂചി ഉപയോഗിക്കാതെ നമ്മുടെ മർമ്മങ്ങളെല്ലാം ഒരേപോലെ തന്നെ മെറിഡിയൻസ് സെയിം ആയിരിക്കും. അപ്പൊ സൂചി ഉപയോഗിക്കാതെ പ്രത്യേക കൈകൊണ്ടുള്ള മർദ്ദം, അതുപോലെ തന്നെ അക്യുപ്രഷർ ചെയ്യാൻ വേണ്ടി പ്രത്യേക എക്യുപ്മെന്റ്സുകൾ ഒരുപാടുണ്ട്. അപ്പൊ അത്തരം ടൂളുകൾ ഉപയോഗിച്ച് മർദ്ദം കൊടുക്കുന്നതിന് നമ്മൾ അക്യുപ്രഷർ എന്ന് പറയും. അപ്പോൾ മെയിൻലി ചെറിയ കുട്ടികള്, അതുപോലെ തന്നെ പ്രായമുള്ള ആളുകള്, സ്കിന്നിൽ ഹൈലി സെൻസിറ്റിവിറ്റി ഉള്ള സ്കിന്നുകള്, അലർജിക് ആയിട്ടുള്ള സ്കിന്നുകളിലൊക്കെ നമ്മൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് അക്യുപ്രഷർ ആണ് നല്ലത്. അതേ സ്ഥാനത്ത് സിവിയർ ആയിട്ടുള്ള പെയിൻ കണ്ടീഷനിലും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ് ചെയ്യാനൊക്കെ ഉള്ള രോഗങ്ങളുള്ള ആളുകളിൽ നമ്മൾ നീഡിലിംഗ് ടെക്നിക്സ് ആണ് കൂടുതൽ നമ്മുടെ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്നത്. മെയിൻലി നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണ് അക്യുപങ്ചർ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ റിസൾട്ട് തന്നെയായിരിക്കും? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ക്രോണിക് ആയിട്ടുള്ള കേസുകളാണെങ്കിലും റിസൾട്ട് നമ്മൾ രണ്ടിനും വ്യത്യസ്ത സമയ നിഷ്ഠയാണ് ട്രീറ്റ്മെന്റ് ടൈമിൽ ഉണ്ടാവുക. അത് ഓരോ പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ചാണ്. അപ്പം എനർജി ലെവല് നമ്മൾ പേഷ്യന്റിനെ നോക്കിയിട്ട് ഏത് രീതിയിൽ നമ്മൾ കൊടുക്കണം എന്നുള്ളത് നോക്കിയിട്ടാണ് നീഡിലും പ്രഷറും ഒരു ചികിത്സ കൺസൾട്ടേഷൻ ടൈമിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടാണ് അവർക്ക് ഏത് രീതിയിൽ വേണമെന്നുള്ളത് പറയാം. റിസൾട്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കുറച്ച് അക്യൂട്ട് പെയിൻ ഉള്ള കണ്ടീഷനിൽ നമുക്ക് നീഡിലും ടെക്നിക്സ് ആണ് ഏറ്റവും ഉപയോഗപ്രദം.